+2 സ്റ്റുഡൻസിന് നിങ്ങളുടെ മാത്സിൽ നമ്മുടെ സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാലോ. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ 1 മാർക്കിനും അതുപോലെ 3 മാർക്കിനും ആണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുവരാറുള്ളത്. സോ നമുക്ക് ഇന്ന് ആ ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ. അതായത് ഒരു ലൈനും അതുപോലെ ഒരു പോയിന്റും തന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അത് ചിലപ്പോൾ 4 ഓപ്ഷൻസ് എന്നിട്ട് 1 മാർക്കിനും ചോദിക്കാറുണ്ട്, അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതി 3 മാർക്കിനും ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഇന്ന് അതെങ്ങനെയാണ് അത് സോൾവ് ചെയ്തെടുക്കുന്നത് പഠിച്ചാലോ അല്ലേ. സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് 2, 5 ഫ്രം ദി ലൈൻ 4x - 3y - 20 = 0 ഈസ്. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതുണ്ട്. അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇക്വേഷൻ ഓർമ്മയില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് d = മോഡുലസ് ഓഫ് ax1 + by1 + c ഡിവൈഡഡ് ബൈ √of a² + b² എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ പഠിക്കാം കേട്ടോ. അതായത് നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എന്താണ്? 2, 5 എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ലൈൻ എന്താണ്? 4x - 3y - 20 = 0. സോ നമ്മുടെ ഇക്വേഷനിലുണ്ട് എയും ബിയും സിയും ഒക്കെ ഉണ്ട്. സോ ആദ്യം നമുക്ക് എയും ബിയും സി എന്താന്ന് നോക്കാം. എയും ബി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഇക്വേഷനിലെ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ എന്ന് പറയുന്നത്, അതുപോലെ വൈൻ്റെ കോഎഫിഷ്യന്റ് ആണ് ബി എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തായിരിക്കും എ എന്ന് പറയുന്നത്? ഈ ലൈൻ നോക്ക്, 4x എന്നല്ലേ. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ എന്താണ്? 4 ആണ്. ഇനി അവിടെ എന്താ? ബി എന്ന് പറയുന്നത് വൈൻ്റെ കോഎഫിഷ്യന്റ് ആണ്. അവിടെ വൈ എന്താണ്? കോഎഫിഷ്യന്റ് -3 ആണ്. സോ നമുക്കിവിടെ ബി എന്ത് കിട്ടും? -3. ദെൻ ഇനി ഒരു സി കൂടി കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. സി സി പറയുന്ന പോലെ തന്നെ സി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ നമ്മുടെ ലൈൻ്റെ ഇക്വേഷനിൽ ഇവിടെ കോൺസ്റ്റന്റ് എന്താണ്? -20 ആണ്. സോ എയും ബിയും സിയും കിട്ടി. ഇനി നമുക്ക് അറിയാനുള്ളത് എന്താണ് x1 അതുപോലെ തന്നെ y1 എന്താണെന്നാണ് നമുക്ക് അറിയാനുള്ളത്. സോ x1 ഉം y1 എന്താന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ഇല്ലേ 2, 5 എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റ് ആണ് x1, y1 എന്ന് പറയുന്നത്. സോ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. ദെൻ നമുക്ക് എഴുതാം d = മോഡുലസ് ഓഫ് ax1, അതായത് a എന്താണ്? 4 ആണ്. 4 × x1 എന്താണ്? 2 ആണ്. പ്ലസ് b എന്താണ്? -3. -3 × y1 എന്താണ്? 5 ആണ്. പ്ലസ് സി അല്ലേ. ഇവിടെ സിക്ക് -20 എന്നാണ് നമുക്കുള്ളത്. സോ -20 ഡിവൈഡഡ് ബൈ √of a² + b², അതായത് 4² + -3². ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എയും ബിയും സിയും നമുക്ക് ലൈനിൽ നിന്ന് കിട്ടി, x1 y1 നമുക്ക് പോയിന്റിൽ നിന്ന് കിട്ടി. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇനി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? മോഡുലസ് ഓഫ് 4 × 2 8 പ്ലസ് 3 × 5 ആണ്. അതിനൊരു 3ക്ക് എന്താണ്? ഒരു മൈനസ് കൂടി ഉണ്ട് അല്ലേ. സോ -3 × 5 -15 കിട്ടും. ദെൻ -20 മോഡുലസ് ക്ലോസ് ചെയ്യുക ഡിവൈഡഡ് ബൈ √of 4ന്റെ സ്ക്വയർ 16 -3യുടെ സ്ക്വയർ അവിടെ എന്ത് വരും? 9 വരെ അല്ലേ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 -15 -20, അതായത് 35 - 8 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് -27 കിട്ടും. -27 ഡിവൈഡഡ് ബൈ √of ഈ 16 9 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും അല്ലേ. 25. ശരിക്കും ഈ മോഡുലസ് എന്തിനാണ് നമുക്ക് തരുന്നത്? ഒരു ഫംഗ്ഷന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് തരുന്നത്. സോ ഇവിടെ -27 ആണ്. സോ മോഡുലസ് എടുക്കുമ്പോൾ അതിന്റെ മൈനസ് പോവില്ലേ. സോ ഇവിടെ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 27 ഡിവൈഡഡ് ബൈ √25 എന്താണ്? 5 ആണല്ലേ. സോ 5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 27/5 ആണ് ഈ ഒരു പോയിന്റും ഈ ഒരു ലൈൻ എന്നും പറയുന്ന തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ എന്തായിരുന്നു? 10/9, ബി ആണെന്ത്? 27/5. സോ 27/5 ആണ് നമ്മുടെ
ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു പോയിന്റും ഒരു ലൈനും തന്നാൽ സോൾവ് ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എല്ലാവരും പഠിച്ചില്ലേ? സോ ഇതെന്തായാലും എല്ലാവരും എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.